അതും ഞായറാഴ്ച ദിവസം ഒരു വീട്ടിലേക്കും കയറരുത് എന്നുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് കയറരുത് എന്നുള്ള ഒരു സർക്കുലർ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമയത്ത് ഇവൻ ആളുകൾ വരുമ്പോഴത്തേക്ക് ഇവനെ തള്ളി മാറ്റി നിലത്തിട്ട് ചവിട്ടിയതിന്റെ ശേഷം ഇവൻ ഓടി പോവാണ് ഉണ്ടായത്. എത്ര വർഷമായി താങ്കൾ ഈ ബജാജുമായിട്ടുള്ള ബന്ധം? 8 വർഷത്തോളമായി. അടവുകൾ തെറ്റിക്കാറുണ്ടോ? ഇതുവരെ ഒരു അടവും തെറ്റിയിട്ടില്ല. മെയ് 5-ാം തീയതി ഉച്ചയ്ക്ക് 3:30 എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ 20,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഇവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പൊ ഇവർ ഒന്നും മിണ്ടാതെ ഇയാൾ ഫോൺ ചെയ്തിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് കൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഞാൻ ഇയാളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താ ഈ മുറ്റത്തൂടെ ഇങ്ങനെ നടക്കുന്നത്? തിരിച്ചടക്കണം, അല്ലാതെ നക്കലല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതി ഒരു ചാനലിന് മുന്നിൽ അങ്ങനെ പറയാൻ വളരെ നായം തന്നെ ഉച്ചരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞ സമയത്ത് ഞാൻ പ്രതികരിച്ച സമയത്ത് അവനെ പിടിച്ച് പുറത്താക്കാൻ നോക്കിയപ്പോ അവൻ എന്നെ അടിച്ചു. വളരെ മൃഗീയമായിട്ട് അടിച്ചു. അവനെ ഞാൻ ഫോൺ ചെയ്ത ആളുകളെ പിടിച്ചു കൂട്ടി. അപ്പൊ അവരെനിക്ക് ലോൺ തരുന്നത് വെറുതെ എന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടല്ല. എന്റെ സിബിൽ സ്കോർ, എന്റെ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങള്. 2-ാം തീയതി ചെക്ക് ബൗൺസ് ആയി എന്ന് പറയുമ്പോൾ 5-ാം തീയതി 20,000. നിങ്ങളുടെ എമൗണ്ട് എത്ര അടയ്ക്കാനുള്ളത്? 12,456 രൂപ. പറയാം. അത് കഴിഞ്ഞ് ഇവര് 10-ാം തീയതി എന്നെ വിളിക്കുന്നു, നിങ്ങളെ ചെക്ക് മടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ പൈസ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെ ക്യാഷ് ഇട്ടോ, നിങ്ങളെ അക്കൗണ്ടിൽ എന്ന് എടുത്തോളാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു പോയി എന്ന് പറഞ്ഞു. ആകെ ജീവിതത്തിൽ ഞാൻ ഈ ബജാജിന്റെ തന്നെ എല്ലാ എന്റെ അക്കൗണ്ടുകളും കറക്റ്റ് ട്രാക്കിൽ പോകുന്ന ഒരു ആളാണ് ഞാൻ പറഞ്ഞു, മറ്റന്നാൾ ക്യാഷ് അടയ്ക്കാം, നിങ്ങൾ എവിടെ ക്യാഷ് വന്നോളൂ, ക്യാഷ് ഞാൻ അടയ്ക്കാനുള്ളത് 12,500 രൂപ, അത് മാത്രം, വേറെ ഒരു ഇതുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അത് പറ്റില്ല, ഇപ്പം തന്നെ കൊടുക്കണം എന്ന് പറയാം. ഇപ്പൊ എനിക്കൊരു നിർവാഹം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫിനാൻസ് കമ്പനിയോട് നമുക്കൊന്നും ഒരു കാര്യം പറയാൻ ശരിക്കില്ലേ, ഇത്തരം ഗുണ്ടകളെല്ലാം ശരിക്കും പിരിക്കാൻ വെക്കേണ്ടത്. ഇത് നിയമവിരുദ്ധമാണ് ശരിക്കും. നമസ്കാരം. ബജാജ് ഫിനാൻസിന്റെ ഗുണ്ടകൾ എന്നെ കയറി ആക്രമിച്ചു, എന്നെ വല്ലാത്ത രീതിയിലേക്ക് മർദ്ദിക്കുന്ന രീതിയിലേക്കൊക്കെ ആയി എന്ന് പരാതിപ്പെട്ടിരിക്കുകയാണ് ശബരീഷ്. കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തോളമായി ഞാൻ ബജാജിന്റെ ഒരു കസ്റ്റമറാണ്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്ന ഒരു ബന്ധത്തിനാണ് ഇപ്പോൾ ബജാജ് ഫിനാൻസിന്റെ കളക്ഷൻ ഏജൻസി എന്ന് പറയുന്ന ഗുണ്ടകൾ ഈ നല്ലൊരു ബന്ധം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. കാരണം ഞാൻ മാനസികമായിട്ട് മടുത്തു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ 8 വർഷത്തോളമായി ബജാജ് ഫിനാൻസിന്ന് ഈ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനത്തെ ഇവരെ പലിശ ഇല്ലാത്തൊരു സംവിധാനമുണ്ട്. എല്ലാ ഹോം അപ്ലയൻസിലും കാണാൻ നമുക്കത്. ആ കാണുന്ന സമയത്ത് ഞാൻ മാത്രമല്ല, ഇന്ന് ഒരു ദിവസത്തിൽ 250 ആളുകൾ അവര് കയറുന്നുണ്ടെങ്കിൽ 150 ആളുകളും ബജാജ് ത്രൂ അല്ലെങ്കിൽ IDFC അങ്ങനെ പല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ആളുകൾ സാധനം വാങ്ങുന്നത്. ആ കൂട്ടത്തിലുള്ള ആളാണ് ഞാനും. അപ്പൊ അങ്ങനെ ഞാൻ പല പ്രൊഡക്റ്റുകളും വാങ്ങി എനിക്ക് അവര് പേഴ്സണൽ ലോൺ തരാ ഒരു പ്രാവശ്യം ഒരു 1.25 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ തന്നിരുന്നു. അത് കറക്റ്റ് അടവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെനിക്ക് ലോൺ തരുന്നത് വെറുതെ എന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടല്ല. എന്റെ സിബിൽ സ്കോർ, എന്റെ ബാങ്കിന്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് അവരെനിക്ക് ലോൺ തരുന്നത്. ഞാൻ കോഴിക്കോടുള്ള കളക്ഷൻ ഏജൻസി ആയിട്ടോ അല്ലെങ്കിൽ ബജാജിന്റെ ഓഫീസായിട്ടോ എനിക്ക് യാതൊരു ബന്ധങ്ങളും ഇല്ല. അവരെന്റെ ഈ ക്രെഡിറ്റ് സ്കോറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് മദ്രാസിൽ നിന്ന് അവരെ ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ച്, താങ്കൾക്ക് ഒരു അപ്രൂവൽ ആയിട്ടുണ്ട്, ഇത്ര ലക്ഷം അപ്രൂവൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ചെയ്തതാണ് പതിവ്. ആ സമയത്ത് ഇപ്പൊ ഒരു 5-6 മാസം മുന്നേ എനിക്ക് അവരെന്ത് ചെയ്തത്, ഒരു 3,60,000 രൂപ എനിക്ക് അവര് എന്റെ അക്കൗണ്ടിലേക്ക് അവര് ക്രെഡിറ്റ് ചെയ്തത്. എത്ര വർഷമായി താങ്കൾ ഈ ബജാജുമായിട്ടുള്ള ബന്ധം? 8 വർഷത്തോളമായി. അടവുകൾ തെറ്റിക്കാറുണ്ടോ? ഇതുവരെ ഒരു അടവും തെറ്റിയിട്ടില്ല. ഒരടവ് പോലും തെറ്റിയില്ല. എന്തിനാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്? പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ഒരു 3,60,000 രൂപ ഒരു 5 മാസം മുന്നേ ഇവരെനിക്ക് ക്രെഡിറ്റ് ചെയ്ത് തന്നിരുന്നു. ആ എമൗണ്ട് കറക്റ്റ് ആയിട്ട് അക്കൗണ്ടിൽ നിന്ന് പോയിരുന്നു. ഈ മെയ് 2-ാം തീയതിയും അതിന്റെ ചെക്ക് ബൗൺസ് ആയി. 2-ാം തീയതി വന്നപ്പോൾ ഇവരെ ഒരു ട്രാൻസാക്ഷൻ നടക്കാറ് 2 മുതൽ 7 വരെയുള്ള സമയങ്ങളിലാണ് ഇവര് ECS ആയിട്ട് കണക്ട് ചെയ്തിട്ട് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി പോവാറ്. ശരി. ആ സമയത്ത് മെയ് 1-ാം തീയതി ആയതുകൊണ്ട് കുറെ ചെക്കുകളൊക്കെ അവിടെ വന്നിരുന്നു. അപ്പം ഓഫീസുകളൊക്കെ ലീവ് ആയതുകൊണ്ട് അപ്പൊ എന്റെ അക്കൗണ്ടിൽ ക്യാഷും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവര് ചെക്ക് ഇട്ട സമയത്ത് ഒരു 2,200 രൂപയുടെ ഷോർട്ട്. വേറെ ചെക്ക് കൊടുത്തതാണ്.
വേറെ ഒരു 2-3 അടവുകൾ എനിക്കുണ്ട്, വേറെ ബാങ്കിന്റെ അടവുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ അക്കൗണ്ടിൽ നിന്ന് പല കാര്യം, ഞാനൊരു ബിസിനസ്സുകാരനാണ്, കൂടാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പൊ അത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് ഇവര് ചെക്ക് ഇട്ട സമയത്ത് 2200 രൂപയുടെ ഒരു ഷോർട്ട് കാണുന്നുണ്ട്. ശരി. അവരത് എന്ത് ചെയ്തിട്ടുണ്ട്, 3-ാം തീയതി അവരെന്നെ ഇൻഫോം ചെയ്തു, നിങ്ങളെ ചെക്ക് റിട്ടേൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 3-ാം തീയതിയോ 4-ാം തീയതിയോ അവരെ എനിക്ക് ഇൻഫോം ചെയ്തു. ആ ചെയ്ത പ്രകാരം ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെ തന്നെ ചെക്ക് ഇട്ടോളൂ, കാരണം ചെറിയൊരു പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമല്ലേ. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് അവരോട് എന്നെ വിളിച്ച ഒരു മിഥുൻ എന്ന് പറഞ്ഞ ഒരു ക്രെഡിറ്റ് മാനേജർ, അയാളോടാണ് ഇത് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോ ഞാൻ എന്ത് ചെയ്തു, മെയ് 5-ാം തീയതി ഉച്ചയ്ക്ക് 3:30 20,000 രൂപ ഞാൻ അതിൽ എന്റെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ എന്റെ ഈ അക്കൗണ്ടിലേക്ക്, ICIC ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതായത് 1 to 5 അല്ലെങ്കിൽ 7 ഉള്ളിലാണ് നിങ്ങൾ ഇത് പിടിക്കാറുള്ളത്. ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ നോക്കൂ. 2-ാം തീയതി ചെക്ക് ബൗൺസ് ആയി എന്ന് പറയുമ്പോൾ 5-ാം തീയതി 20,000 വീണ്ടും നിങ്ങളുടെ എമൗണ്ട് എത്ര അടയ്ക്കാനുള്ളത്? 12,456 രൂപ. ഓക്കെ, പറയാം. അപ്പൊ 20,000 രൂപ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് ഇവരെ വിളിച്ചിട്ട് പറയേണ്ട ആവശ്യം എനിക്കില്ല, അവരോട് ഓൾറെഡി ഞാൻ ചെക്ക് ഇട്ടോളാൻ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഇവര് 10-ാം തീയതി എന്നെ വിളിക്കുന്നു, നിങ്ങളെ ചെക്ക് മടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ പൈസ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് ക്യാഷ് ഇട്ടോ, നിങ്ങളെ അക്കൗണ്ടിൽ എന്ന് എടുത്തോളാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇനി എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു പോയി എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ 22-ാം തീയതി ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, 22-ാം തീയതി നിങ്ങൾ വന്ന് ക്യാഷ് വാങ്ങിക്കോളാനും പറഞ്ഞു. ശരി. ആകെ ജീവിതത്തിൽ ഞാൻ ഈ ബജാജിന്റെ തന്നെ എല്ലാ എന്റെ അക്കൗണ്ടുകളും കറക്റ്റ് ട്രാക്കിൽ പോകുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അവരെന്നെ വരാന്ന് പറഞ്ഞു. ഞായറാഴ്ച ബജാജിന്റെ ഒരു ഗുണ്ട, ബജാജിന്റെ കളക്ഷൻ പിരിക്കുന്ന ഈ മിഥുൻ എന്ന് പറഞ്ഞ ക്രെഡിറ്റ് മാനേജർ എന്ന് പറഞ്ഞ ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ ബജാജിന്റെ ആരുമല്ല അവര്. ബജാജ് ഫിൻസർവ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഔദ്യോഗിക സ്റ്റാഫ് അല്ല. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഒരു 10:40 11 മണിയോട് കൂടിയിട്ടാണ് എന്റെ വീട്ടിൽ ബജാജിന്റെ സ്റ്റാഫാ എന്ന് പറഞ്ഞിട്ട് ഒരാള് എന്നെ വന്ന് ബജാജിന്റെ പൈസ അടയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. അതും ഞായറാഴ്ച ദിവസം ഒരു വീട്ടിലേക്കും കയറരുത് എന്നുള്ള, സാമ്പത്തിക ഇടപാടുകൾക്ക് കയറരുത് എന്നുള്ള ഒരു സർക്കുലർ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞായറാഴ്ച പൊതു അവധി ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവര് വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്താണ് എന്ന് കാര്യം ചോദിച്ചപ്പോൾ, നിങ്ങൾ പൈസ അടയ്ക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ ആ പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, നാളെ ഒരു 12 മണിക്ക് നിങ്ങൾ എന്നെ സമീപിച്ചോളൂ, നമുക്ക് അവിടുന്ന് ഞാൻ ക്യാഷ് തരാമെന്ന് പറഞ്ഞു. അതല്ല, നിങ്ങൾ ഇപ്പം തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്റെ കയ്യിലില്ല അടയ്ക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഇയാള് ഫോൺ പറഞ്ഞ ഡേറ്റ് 22-ാം തീയതി 22-ാം തീയതി എന്താണ് വന്നത്? ഇവര് കഴിഞ്ഞ തിങ്കളാഴ്ച 19-ാം തീയതി 18-ാം തീയതി വന്നു. അപ്പൊ തന്നെ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഇവർ ഒന്നും മിണ്ടാതെ ഇയാള് ഫോൺ ചെയ്തിട്ട് എന്റെ വീട്ടിന്റെ മുറ്റത്ത് കൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഞാൻ ഇയാളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താ ഈ മുറ്റത്തൂടെ ഇങ്ങനെ നടക്കുന്നത്? എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാണ് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് കാര്യം പറയാൻ നിങ്ങൾ മടങ്ങി പോവാ, ഇതാണ് നിങ്ങൾ ചെയ്യണം. നിങ്ങളെ ഓഫീസിന്റെ കാര്യങ്ങൾ എന്റെ മുറ്റത്തുനിന്ന് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അയാൾ എന്നോട് വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചു. അപ്പം ഒരു മിഥുൻ എന്ന് പറഞ്ഞ ഞങ്ങളെ ക്രെഡിറ്റ് മാനേജറാണ്, നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വന്ന പയ്യന്റെ ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പം തന്നെ ക്യാഷ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മറ്റന്നാൾ ക്യാഷ് അടയ്ക്കാം, നിങ്ങൾ എവിടെ ക്യാഷ് വന്നോളൂ, ക്യാഷ് ഞാൻ അടയ്ക്കാനുള്ളത് 12,500 രൂപ, അത് മാത്രം, വേറെ ഒരു ഇതുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അത് പറ്റില്ല, ഇപ്പം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എനിക്കൊരു നിർവാഹം ഇല്ല എന്ന് പറഞ്ഞു. അപ്പം കക്ഷി ഇയാൾക്ക് ഫോൺ ചെയ്ത് പറയുന്നത് ഞാൻ സ്പീക്കർ ഫോണിലെടുത്ത് ഫോൺ കേട്ടു, നിങ്ങൾ അവരോട് ക്യാഷ് വാങ്ങിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ എന്റെ വീട്ടിനകത്ത് നിൽക്കുന്ന സമയത്ത് ഇയാള് വീടിന്റെ പുറത്ത് ഇങ്ങനെ സിറ്റ് ഔട്ടിന്റെ അടുത്ത് ഇയാൾ ഇങ്ങനെ നിന്നു. ഞാൻ എന്റെ വർക്ക് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇയാൾ എന്നെ വളരെ മോശമായിട്ട് എന്ന് പറഞ്ഞാൽ, പൈസ വാങ്ങിയാൽ മാത്രം പോരാ, തിരിച്ചടയ്ക്കണം, അല്ലാതെ നക്കലല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതി ഒരു ചാനലിന് മുന്നിൽ അങ്ങനെ എന്താണ് പറഞ്ഞത്, വളരെ നായം തന്നെ ഉച്ചരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് പറഞ്ഞ സമയത്ത് ഞാൻ പ്രതികരിച്ച സമയത്ത് അവനെ പിടിച്ച് പുറത്താക്കാൻ നോക്കിയപ്പോ അവൻ എന്നെ അടിച്ചു, വളരെ മൃഗീയമായിട്ട് അടിച്ചു. അങ്ങനെ ഞാൻ ഫോൺ ചെയ്ത ആളുകളെ പിടിച്ചു കൂട്ടിയ സമയത്ത് ഇവൻ ആളുകൾ വരുമ്പോഴത്തേക്ക് ഇവൻ എന്നെ തള്ളി മാറ്റി നിലത്തിട്ട് ചവിട്ടിയതിന് ശേഷം ഇവൻ ഓടി പോവാണ് ഉണ്ടായത്. അതിൽ പ്രകാരം 11:45 കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ എന്റെ സുഹൃത്തുക്കൾ എന്നെ കൊണ്ടുപോയ സമയത്ത് ചോരയിൽ മുട്ടുകാലം മുഴുവൻ പൊട്ടി, ചോരയൊക്കെ ഒലിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ പോവുകയും കുന്നമംഗലം CIനെ കാണുകയും CI പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് പ്രകാരം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു.
കൂടാതെ 3 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്ന് ഇന്റിമേഷൻ കൊടുത്തു. എന്റെ FIR രാത്രി 8 മണിക്ക് FIR ഇട്ടു. കൂടാതെ എന്റെ കഴുത്തിൽ കിടന്ന ഒരു മാല, ഒരു 3-3.5 പവനോളം വരുന്ന മാല ഇവർ പിടിച്ചു വലിച്ചു പൊട്ടിച്ചു കൊണ്ടുപോയിട്ടുമുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്. തീർച്ചയായും അല്ല, ഞാൻ പറയുന്നത് ഈ ഫിനാൻസുകാരോടൊക്കെ ശരിക്കും പറയാനുള്ളത്, ആകെ നിങ്ങൾ പറയുന്നത് ഒറ്റ ഈ 11,500 രൂപയുടെ കേസ് മാത്രം, 12,500 രൂപ കേസ്. യെസ്, ഈ ഒരു കേസിനാണ് ഇത്ര രീതിയിലേക്ക് ഈ സംഭവം ഉണ്ടായതില്ലേ. ഈ പിരിക്കാൻ വരുന്ന ആളുകളുണ്ടല്ലോ, ഈ ഒരു ഗുണ്ടകളെ പോലെ പെരുമാറും എന്നുള്ളത് സ്വാഭാവികമായിട്ട് പറഞ്ഞു. നമ്മളെനിക്ക് പെരുമാറിയില്ല. ഞാൻ പറയുന്നത് പല പരാതികളാണ് ശരിക്കും കിട്ടുന്നത്. ഈ ബജാജ് അല്ല, പല കമ്പനികളും ഈ ഇവര് പിരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ വേറെ ലെവലിലേക്കാണ് ഇവരുടെ വൈബ്. അതായത് അത്യാവശ്യം നല്ല ലഹരിയൊക്കെ അടിച്ച് വല്ലാത്ത രീതി, അതായത് അനാഥമായ പൈസയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്കൊക്കെയാണ് ഈ കമ്പനികളോട്, ഫിനാൻസ് കമ്പനികളോട് നമുക്കൊന്നും ഒരു കാര്യം പറയാമല്ലോ ശരിക്കും. ഇത്തരം ഗുണ്ടകളെല്ലാം ശരിക്കും പിരിക്കാൻ വെക്കേണ്ടത്. ഇത് നിയമവിരുദ്ധമാണ് ശരിക്കും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് സംസാരിക്കുക അല്ലെ. ആവശ്യമില്ലാതെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വ്യക്തിഹത്യ ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ കഴിയുമോ? അതുമാത്രമല്ല, ബജാജും ഞാനുമായിട്ടാണ് ഇടപാടുകൾ നടക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു കളക്ഷൻ ഏജൻസി ഉള്ളത് വിവരം തന്നെ നമ്മൾ പുറത്തൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പൊ അടുത്ത് കൊല്ലത്ത് നടന്നൊരു ഇഷ്യൂ, അവിടെ DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ അതിനിടപെട്ട് ഭയങ്കര വിഷയമാക്കിയ കാര്യങ്ങൾ പൊതുവെ നമ്മള് മീഡിയാസിലൊക്കെ കാണാറുണ്ട്, ചാനലുകൾ കാണാറുണ്ട്, പത്രമാധ്യമങ്ങളിൽ കാണാറുണ്ട്. ഈ ബജാജിന്റെ ഈ കളക്ഷൻ ഏജൻസികൾ വന്നിട്ട് ഭയങ്കര ആളുകളെ ഉപദ്രവിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പൈസ വാങ്ങുന്നതും ഒക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ കേൾക്കുക എന്നല്ലാണ്ട് നമ്മളെടുത്ത ആദ്യമായിട്ട് ഒരു അനുഭവമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരടവ് തെറ്റി, അതിന്റെ സ്ഥലത്തില്ലാതെ പോയി എന്നുള്ള ഒരു വിഷയം കൊണ്ടാണ് അതും അവര് പണം അക്കൗണ്ട് ഉണ്ടായിട്ട് അത് എടുക്കാതെ നിങ്ങൾ നേരിട്ട് ക്യാഷ് തരണം എന്നുള്ള കണ്ടീഷൻ. എന്റെ സ്റ്റേറ്റ്മെന്റ് അടക്കം എനിക്ക് എന്റെ കയ്യിലുണ്ട്. മെയ് 5-ാം തീയതി ഉച്ചയ്ക്ക് 3:30 എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ 20,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഇവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനത്തിൽ വെച്ച് മുന്നോട്ട് പോകാൻ വളരെ വിഷമിച്ചു. തീർച്ചയായും ഇത്തരം രീതിയിലേക്ക്, അതായത് പണമിടപാടുണ്ടെങ്കിൽ ശരിക്കും ഇവർക്ക് ശരിക്കും ഈ ഗുണ്ടാ ടീമിനൊന്നും വന്ന് ചോദിക്കാനുള്ള അധികാരം പോലില്ല. ഇവരുടെ കയ്യിൽ ID കാർഡ് ഉണ്ടോ? ഇത് ഒരു ID കാർഡ് ഇല്ലാന്ന് മാത്രമല്ല, ബജാജ് ഞാൻ അടവ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ബജാജ് എന്ത് ചെയ്യണം? എനിക്ക് നോട്ടീസ് അയക്കണം. ബജാജ് നോട്ടീസ് അയക്കണം എനിക്ക്. അത് കഴിഞ്ഞ് ഈ വിഷയം കഴിഞ്ഞ് തിങ്കളാഴ്ച ഇവര് ഈ അടവ് പെൻഡിങ് ആയതുകൊണ്ട് ഇവരെന്നെ വിളിച്ചു മദ്രാസിൽ നിന്ന്. ഇവരെ ബജാജ് ഫിൻസർവ്ന്ന് അവരെ അവിടുന്ന് എന്നെ വിളിച്ചു. നിങ്ങള് ക്യാഷ് അടച്ചില്ലല്ലോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഞായറാഴ്ച ഉണ്ടായ ഈ കാര്യങ്ങളൊക്കെ അവരോട് അവതരിപ്പിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞു, സാർ എന്താണ് ഈ പറയുന്നത്? കാരണം ഞങ്ങളെ എടുത്തുന്ന ഒരാള് വന്ന് നിങ്ങളെ വീട്ടിൽ കയറി വയലൻസ് ഉണ്ടാക്കിയോ? കാരണം നിങ്ങൾ നല്ല ട്രാക്കുള്ള ഒരാളാണ്. ഞങ്ങൾ നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ്, മെഡിക്ലെയിം ഇൻഷുറൻസ് വരെ ഭാഗികമായിട്ട് ഫ്രീ ആയിട്ട് തന്ന ആളാണ് നിങ്ങൾ. നിങ്ങളെ കറക്റ്റ് ട്രാക്കാണ്. എന്തിനും ഞങ്ങളെ ആളുകള് ഈ കളക്ഷൻ ഏജൻസിക്കാർ വന്നിട്ട് എന്തിന് നിങ്ങളെ വീട്ടിൽ കയറി വയലൻസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, ഈ വയലൻസ് എന്ന് ഞാൻ പ്രൊജക്ട് ചെയ്ത് പറയുന്നത് അവരെന്നോട് ഉച്ചരിച്ച സംസാരമാണ് ഞാൻ പറയുന്നത്. വയലൻസ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. തീർച്ചയായും. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അവരോട്, എനിക്കിതിനെ പറ്റി ഒരു അറിവുമില്ല. നിങ്ങൾ ആകെ ഒരു അടവാ തെറ്റിച്ചത്, എന്തിനാണ് പിന്നെ അവർ വന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ ബജാജിന്റെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഒരു കംപ്ലൈന്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, നിങ്ങളാണ് അവരെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങളാണ് അവരോട് മറുപടി തരേണ്ടത് എന്ന് പറഞ്ഞു. തീർച്ചയായും ശബരീഷിന്റെ മൊബൈലിൽ ഞാൻ കണ്ടു 3 ലക്ഷം രൂപ താങ്കൾക്ക് എടുക്കാം എന്ന് പറഞ്ഞ് പുതിയ ലോൺ പാസ്സായിട്ടുണ്ട്. അതായത് 5 ലക്ഷം. അപ്പോ ഞാൻ പറയുന്നത് ഈ ട്രാക്കുകൾ ശരിയാണെങ്കിൽ പോലും ഈ വരുന്ന റിക്കവറിക്ക് വരുന്ന അല്ലെങ്കിൽ ഈ പിരിക്കാൻ വരുന്ന ആളുകൾ ശരിയല്ലാതാകുമ്പോൾ പല പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിന് ഇത്രയും ലെവലിലേക്ക് സിവിൽ സ്കോർ അടക്കം ഉള്ള സ്ഥിതിക്ക് ഒരൊറ്റ അടവ് തെറ്റി സാഹചര്യവശാൽ 5-ാം തീയതി പണം ഇടുന്നു. അതിന് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തു വിടുന്നതാണ്. അപ്പോൾ ഈ 5-ാം തീയതി പണം ഇടുന്നു. ആ 5-ാം തീയതി പണം ഇട്ട് അതിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി പറയുന്നു. അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആവും, നേരിട്ട് തന്നെ പണം വേണം എന്ന് പറയുന്നു. ആ വന്ന സമയത്തുണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചത്. കാര്യം ഇത്തരം രീതിയിലേക്കുള്ള, അതായത് അടവുകൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ചില സമയത്ത് തെറ്റി എന്ന് വരും. സാഹചര്യമാണ്, മനുഷ്യന്റെ സാഹചര്യം. ആശുപത്രി കേസുകളുണ്ടാകും, മറ്റുള്ള സംഭവങ്ങളുണ്ടാകും. പക്ഷെ ഇത്തരം രീതിയിലേക്ക് പെരുമാറുന്നത് ഒരിക്കൽ പോലും ശരിയല്ല. 100% താങ്കളോട് ഞാൻ പറയാണ്, ഇത്തരം രീതിയിലേക്ക് നിയമപരമായിട്ട് പോവാൻ, അതായത് താങ്കളുടെ കാലം മുട്ടടക്കം പൊട്ടിയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം രീതിയിലേക്ക് ആക്രമിക്കുന്ന ഒരു മനുഷ്യനെ ആക്രമിക്കുക അല്ലെങ്കിൽ അത്തരം രീതിയിലേക്കൊന്നും നല്ല രീതിയല്ല, ഇത് നല്ല പ്രവണതയല്ല. തീർച്ചയായും ഇതിനൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കേണ്ടി വേണം. നന്ദി, നമസ്കാരം.